ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയനോട് ജീവനും അതുപോലെ ആഷിഫും പറയാണ്, നീ ഞങ്ങളെ പുറത്തിറക്കാനുള്ള ആ ഒരു പരിപാടിയൊക്കെ ചെയ്യണം. പുറത്തിറക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യാം, പക്ഷേ ഞാനവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടണം. അതൊക്കെ ഞങ്ങൾ വേണ്ട വിധത്തിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്നാൽ വേറൊരു കാര്യം പറയട്ടെ, എനിക്ക് എല്ലാ സൗകര്യത്തിനും ഒരു ലാപ്ടോപ്പും ഒരു മൊബൈലും കൂടി കിട്ടുകയായിരുന്നെങ്കിൽ എന്നിങ്ങനെ വിനയൻ ഇടകണ്ണിട്ട് പറയുന്നു കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ആഷിഫിനും ജീവരാജിനും വിനയൻ്റെ ആർത്തി മനസ്സിലാക്കുകയാണ്. അപ്പോഴേക്കും മെസ്സേജ് വരികയാണ്, വരൂ എന്ന് പറഞ്ഞിട്ട് വിനയനെ വിളിച്ചു കൊണ്ടുപോകട്ടോ. എന്നാൽ ഈ സമയം ജീവരാജ് ഇവനാകെ ഫ്രോഡാണ് എന്ന് നന്നായി അറിയാം എന്ന് പറഞ്ഞ ഉടനെ ആഷിഫ് പറയാണ്, ഫ്രോഡ് മാത്രമല്ല ഒരു സൈക്കോവും കൂടിയാണ്, അതുകൊണ്ട് തന്നെ അവൻ എന്തും ചെയ്യും, അവനെ തന്നെ കൂട്ടുപിടിക്കുകയാണ് ഏറ്റവും ബെറ്റർ എന്നവർ തമ്മിൽ പരസ്പരം പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഭാനുമ്മയാണ് കാണുന്നത്. ഭാനുമ്മ അങ്ങനെ അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ സമയമാണ് അവിടെ ഇന്ദുവും സാവിത്രിയും കൂടി വരുന്നത് കാണുമ്പോൾ ഭാനുമ്മ ഇങ്ങനെ പ്രാർത്ഥനയിലാണ് കേട്ടോ. അങ്ങനെ പൂജാരി പ്രസാദമൊക്കെ കൊടുക്കുന്നു. യാദൃശികമായി അവർ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ആര്, സച്ചിയുടെ ഭാര്യയും മകളോ? കുഴപ്പമൊന്നുമില്ലല്ലോ, നിൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചു എന്ന് പറഞ്ഞു കേട്ടടി പെണ്ണെ, എന്നെയൊന്നും ക്ഷണിക്കുന്നില്ലേ? അയ്യോ ഭാനുമ്മയെ ഇപ്പോഴേ തന്നെ ശ്രമിച്ചിരിക്കുന്നു. കാരണം കല്യാണ സമയത്ത് ഭാനുമ്മയെ ക്ഷണിക്കാൻ വരുമ്പോൾ ഒരു പക്ഷേ ഭാനുമ്മ വീട്ടിലൊന്നും ഉണ്ടാവില്ല, അവിടെ ഇവിടെയാണല്ലോ. അപ്പോൾ നീ ക്ഷണിച്ചില്ലെങ്കിൽ ഞാൻ വരും പെണ്ണെ, എന്നാ മതി എന്ന് പറയാൻ കേട്ടോ. എന്തായാലും മോളുടെ കല്യാണം നല്ല ഭംഗിയായി തന്നെ നടക്കട്ടെ. അപ്പോഴേക്കും സാവിത്രി പറയുന്നത്, എന്തായാലും എൻ്റെ മോൻ്റെയും കല്യാണം ശരിയായി. ആരാണ്? നമ്മുടെ മാഷിൻ്റെ മകൾ തന്നെയാണോ? മാഷിൻ്റെ മകൾ തന്നെയാണ്. വിവാഹം ഇപ്പോൾ ഉണ്ടോ? ഇല്ല, വിവാഹം ഇപ്പോഴില്ല, പക്ഷേ വിവാഹം പിന്നീട്. ഇപ്പോൾ ഒരു നിശ്ചയം നടത്തുന്നുണ്ട്. എന്തായാലും എല്ലാം ഭംഗിയായിട്ട് അനന്ത മാഷിൻ്റെ മക്കളെ കല്യാണം കഴിച്ച സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുമെന്നും പറഞ്ഞ് മാനം അങ്ങ് പോയിട്ടോ. എന്നാൽ ഈ സമയം ഇന്ദ്രനെയും അതുപോലെ ഷ്യാമിനെയാണ് കാണിക്കുന്നത്. ഷ്യാമു പറയാണ്, വെറുതെ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ട ഇന്ദ്രേട്ടന് പണം ഉണ്ടാക്കാനുള്ളൊരു പണി ഞാൻ പറഞ്ഞു തരാം. 7 ലോറി ഉണ്ടല്ലോ, അത് നമുക്ക് ലോണ് വഴി അങ്ങനെയൊക്കെ എടുത്ത് 15 ലക്ഷം 20 ലക്ഷം രൂപ വഴി കിട്ടും. പിന്നീട് ഈ ഒരു ചിട്ടി ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ അതിലോട്ട് ഇതാക്കാം, അതല്ലേ നല്ലത്, ലോൺ എടുക്കല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ സുശീല അത് ബാക്കിൽ നിൽക്കുന്നു കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ അതിന് ലോണ് പെട്ടെന്ന് കിട്ടും ഷ്യാമേ, അതിനുള്ള വേണ്ട ഏർപ്പാടുകളൊക്കെ നമുക്ക് ചെയ്യാം. സച്ചി പറഞ്ഞ ആ ദിവസം, സച്ചിയുടെ മകൻ ഗോകുൽ പറഞ്ഞ ആ ദിവസത്തിനുള്ളിൽ കിട്ടുമോ? അത് കിട്ടും, നമുക്ക് നോക്കാമെന്നും പറയുന്നു കേട്ടോ. അപ്പോഴാണ് സുശീല പൊട്ടിത്തെറിക്കുന്നത്. ഈ പൊട്ടൻ്റെ വാക്കിയിട്ട് നീ ഓരോന്നിനും നിൽക്കണ്ട, ഈ പൊട്ടൻ ക്യാഷ് നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്ത് അവനതുകൊണ്ട് അങ്ങ് മുങ്ങും, അതാണ് ഇവൻ്റെ പരിപാടി എന്ന് പറയുമ്പോൾ ഷ്യാം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഉടനെ തന്നെ ഇന്ദ്രൻ പറയണം, അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനും ഷ്യാമും തമ്മിൽ സംസാരിക്കുന്നില്ല, അമ്മയ്ക്ക് എന്താ കാര്യമെന്ന് പറഞ്ഞ് ഒച്ചയെടുക്കുന്നു. അത് കേട്ട ഉടൻ തന്നെ സുശീല പറയും, ഞാൻ ഒച്ചയെടുക്കുന്നതിലാടാ നിനക്ക് തെറ്റ്. അപ്പോഴേക്കും അവിടെ ഷ്യാമ് പറയുന്നവർ പറയട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഷ്യാം അവിടെ നിന്നും പോകണം കേട്ടോ. എന്നാലും ഈ സമയം ഇന്ദ്രേട്ടാ, നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് സുശീല പറയണേ, ഉപകാരമില്ലാത്ത സാധനത്തിനോട് എന്തിനാ നീ വർത്താനം പറയാൻ നിൽക്കുന്നത്? ഉപകാരമില്ല എന്നോ? അന്ന് സച്ചിയുടെ മകൻ്റെ പണം കൊടുക്കാൻ വേണ്ടി ഞാൻ ഞെട്ടോട്ടം ഓടുമ്പോൾ എനിക്ക് അന്ന് തന്ന് സഹായിച്ചത് ഈ പറയുന്ന ഷ്യാമാണ്. അവനെക്കൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരമുണ്ട്. അതുകൊണ്ട് അമ്മ വെറുതെ വായിട്ടലക്കാതെ ഉടൻ തന്നെ, എടാ ഞാൻ പറഞ്ഞ കാര്യം നീ ഒന്ന് ചിന്തിക്ക്. എന്താ അമ്മ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ തൽക്കാലം നമുക്ക് ഹർഷയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാം. അവൾ എത്ര തവണ എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ അഭിമാനം വിട്ടും എൻ്റെ നിലവിട്ടും ഇനി ഞാൻ കളിക്കാൻ ഒരിക്കലും തയ്യാറല്ല. അമ്മയുടെ വാക്കുകൾ കേട്ട് അക്ഷയുടെ ഒപ്പം ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട്. ഇനി ഈ ഇന്ദ്രനെ കിട്ടില്ല. ഇനി ഇന്ദ്രൻ ജീവിക്കുന്നത് ഇന്ദ്രന് വേണ്ടിയിട്ടാണ്, അല്ലാതെ അമ്മ പറയുന്നത് പോലെ അക്ഷയുടെ മുന്നിൽ മുട്ടുകുത്താനല്ല എന്ന് പറഞ്ഞ് അങ്ങ് പോകുമ്പോൾ ഈശ്വര ഇവൻ എന്താ ഇങ്ങനെ എന്ന ഭാവത്തിൽ സുശീല നിൽക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അമ്പിളിയാണ് കാണിക്കുന്നത്. അമ്പിളി മഞ്ഞപ്പൊടി ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒരു ലിസ്റ്റിൽ എഴുതണം. അപ്പോഴാണ് അനന്തമാഷ് വരുന്നത്. മാഷ് പറയണേ, അമ്പിളി എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാനുള്ളത്? നാളെ ഇന്നിപ്പോൾ ഞാൻ ട്രഷറി പോകുന്നുണ്ട്, അപ്പോൾ സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം. ഇവിടുത്തെ സാധനങ്ങൾ തീർന്നു ഒന്നും ചോദിച്ചില്ല എന്ന് പറയണ്ട. അപ്പോഴേക്കും അമ്പിളി ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്. അതുകൾ കാണുന്ന മാഷങ്ങ് ഞെട്ടിപ്പോവാണ്. എന്താടി ഇപ്പോൾ ഇവിടെ ആരും തിന്നും കുടിയൊന്നും ഇല്ലേ എന്ന് അമ്പിളിയോട് ചോദിക്കുമ്പോൾ, ഇവിടെ ഒരു സാധനവും വേണ്ട, ആകെ 4 സാധനം മതി, മഞ്ഞപ്പൊടി വേറെ 2-3 സാധനങ്ങൾ അത്ര മതി. അതെന്താ വേറെ ഒന്നും വേണ്ടേ? അതുകൊണ്ടല്ല ചീരു ഇന്നലെ എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കും. ഇത് കേൾക്കുന്ന മാഷ് പറയണേ, ദാമുവിൻ്റെ കടയിൽ നിന്നായിരിക്കൂലേ, ദാമുവിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയാൽ മതി, ഞാൻ മറന്നുപോയതാ ഈ തിരക്കിനിടയിൽ, നിങ്ങൾ ഇവിടെ സാധനങ്ങൾ തീർന്ന് ബുദ്ധിമുട്ടായി, അതുകൊണ്ട് എപ്പോൾ സാധനം തീർന്നാലും ദാമുവിനെ വിളിച്ച് പറഞ്ഞാൽ മതി, അവൻ കൊടുന്നോളും എന്നൊക്കെയുള്ള വാക്കുകൾ പറയുന്നു കേട്ടോ. അപ്പോഴേക്കും അനുപമയും എത്തിയിട്ടുണ്ട്. അങ്ങനെ
ചീരുവാണ് വാങ്ങിക്കൊണ്ടുവന്നത് അച്ഛാ, അതുകൊണ്ട് ഇനിയിപ്പോൾ വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഉടൻ തന്നെ മാഷ് പറയണേ, എപ്പോഴും എനിക്ക് എല്ലാ കാര്യത്തിലും ശ്രദ്ധ ഉണ്ടായെന്ന് വരില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്ത് സാധനം ഏത് സമയമാണെങ്കിലും ശരി നിങ്ങൾ ആരെങ്കിലും പോയി മേടിക്കേ, ഇതുപോലെ ദാമുവിൻ്റെ കടയിൽ നിന്ന് വാങ്ങുക എന്തെങ്കിലും ചെയ്തോളൂ. എന്തായാലും ദാമു പറ്റെഴുതിക്കോളും, ട്രഷറിയിൽ നിന്ന് ക്യാഷ് കിട്ടുമ്പോൾ ഒന്നിച്ച് ഞാനങ്ങ് കൊടുത്തോളാം എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ അവിടെ പറയാണ്, അയ്യോ അച്ഛാ, ദാമുവിൻ്റെ കടയിൽ നിന്നല്ല വാങ്ങിയത്, ഇത് ചീരു പുറത്ത് നിന്നാ വാങ്ങിയത്. അപ്പോഴേക്കും ചീരു എത്തിയിട്ടോ. എന്താ ചീരു ഈ കേൾക്കുന്നത്, പുറത്ത് നിന്ന് വാങ്ങിയെന്നോ? ആ അച്ഛാ, ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ കയറി, സൂപ്പർ മാർക്കറ്റിൽ പലതിനും ഓഫറുകളാണല്ലോ ഇപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ അങ്ങ് വാങ്ങിയത്. അപ്പോഴേക്കും മാഷിന് ഭയങ്കര സങ്കടമാവാൻ കേട്ടോ. മാഷ് പറയണേ, അപ്പോൾ എൻ്റെ മക്കൾ ഈ അച്ഛനെ ബുദ്ധിമുട്ടിക്കില്ല, അച്ഛന് മക്കളൊരു ഭാരമായി എന്നൊരു തോന്നൽ വരുന്നത് കൊണ്ടാണോ, അതോ സൗകര്യങ്ങളും സുഖങ്ങളും കുറയുന്നത് കൊണ്ടാണോ തനിയെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ കേട്ട അമ്പിളി അങ്ങനെ ഇപ്പം എന്തായി, അച്ഛനെ വേദനിപ്പിക്കാൻ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന ഭാവത്തിൽ അമ്പിളി നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ചീരു പറയാം, അങ്ങനെയല്ല അച്ഛാ, എന്നാലും എൻ്റെ മോളെ ഇത് വേണ്ടായിരുന്നു, അച്ഛൻ ചെയ്ത് കുറവായി പോയത് കൊണ്ടാണോ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യൽ തുടങ്ങിയത്? അപ്പോഴേക്കും ചീരു പറയാം, അതൊന്നല്ല അച്ഛാ, ഇന്നലെ സരോജിനി ആൻറ്റി ഇവിടെ വന്നിരുന്നു, സരോജിനി ആൻറ്റിക്ക് ഒരു 10,000 രൂപ വേണം, അവരുടെ മകൾക്ക് പൈസ വേണമെന്നാ എന്തൊക്കെയൊന്ന് പറഞ്ഞു, ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട്, അതുകൊണ്ട് ആ ക്യാഷ് കൊടുക്കാൻ വേണ്ടി എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പണം കിടന്നിരുന്നു, അതിൽ നിന്നും 10,000 എടുത്ത് ഞാൻ കൊടുത്തതാണ്. അത് നന്നായി മോളെ, സരോജിനി എന്താവശ്യത്തിന് ഏത് സമയത്തും ഈ വീട്ടിലോട്ട് യാതൊരു മടിയും കൂടാതെ വരുന്ന ആളാണ്, അവർ ചോദിച്ചപ്പോൾ പൈസ കൊടുക്കാനുള്ള ആ മനസ്സുണ്ടല്ലോ, അത് നന്നായി എന്ന് പറയണേ. അപ്പോൾ ഞാൻ സാധനങ്ങളും അങ്ങ് വാങ്ങി, അത്രയേ ഉള്ളൂ അച്ഛാ. അപ്പോഴും മാഷിന് വലിയ തൃപ്തിയൊന്നുമില്ല, എന്നാലും കൂടി മാഷ് പറയണേ, നിൻ്റെ അക്കൗണ്ട് നമ്പർ പറയൂ, ഞാൻ അതിലോട്ട് ക്യാഷ് ഇട്ട് തരാം. ഉടൻ തന്നെ ചീരി പറയണേ, അതൊന്നും വേണ്ട അച്ഛാ, അക്കൗണ്ട് നമ്പറൊന്നും വേണ്ട, എന്തിനാ വെറുതെ എന്ന് പറയുമ്പോൾ മാഷ്, അതെന്താ, നീ എൻ്റെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങില്ലേ, ഈ അച്ഛന് മക്കളൊരു ഭാരമായി എന്നൊരു തോന്നൽ കൊണ്ടാണോ സാധനങ്ങളെല്ലാം വാങ്ങിയത്? ഉടൻ തന്നെ ചീരു പറയാം, അങ്ങനെയൊന്നുമില്ല അച്ഛാ. അപ്പോഴേക്കും ചീരു എന്തോ സാധനം എടുക്കാൻ പോകുന്നു, എന്നാൽ അനുമോൻ പറയണേ, അച്ഛാ അങ്ങനെയൊന്നുമില്ല. അപ്പോഴേക്കും അമ്പിളി അവിടെ പെട്ടെന്ന് പറയുന്നുണ്ട്, ആ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നിഷ്ടത്തിന് ചെയ്യൽ തുടങ്ങിയതാണ്, ഇനിമേലല്ല ആവർത്തിക്കേണ്ട എന്ന് അച്ഛൻ പറഞ്ഞോളൂ, ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കാനും പലവർക്കും കഴിയും എന്നൊരു തോന്നലുണ്ട് എന്ന് പറഞ്ഞിട്ടങ്ങ് പോകുമ്പോൾ മാഷ് ശരിക്കും ഞെട്ടിയിട്ടോ. ഇതെന്താ അമ്പിളിയുടെ സംസാരത്തിലൊരു മുള്ളും മോനെ, നിങ്ങൾ തമ്മിൽ വഴക്കിടുക, എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടാവുകയോ ചെലവിൻ്റെ കാര്യത്തിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് മാഷ് ചോദിക്കും. അനുഭവം പറയാം, അങ്ങനെയൊന്നുമില്ല അനു പറയാൻ കേട്ടോ. അമ്പിളിച്ചേച്ചിയുടെ സംസാരം എപ്പോഴും അങ്ങനെയാണല്ലോ, അമ്പിളിച്ചേച്ചി ഒന്നുമില്ലാത്ത അങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നതാ, അതും ശരിയാണ് നീ പറയുന്നതെന്ന് പറയണേ. എന്നാൽ ഈ സമയം അക്കൗണ്ട് നമ്പർ പറയൂ എന്ന് ചിരുവിനോട് വീണ്ടും ചോദിക്കുമ്പോൾ ചിരു പറയണേ, വേണ്ട അച്ഛ. അപ്പോഴേക്കും അനുപമ ഇടപെട്ടു, അച്ഛ അവളുടെ ഇഷ്ടത്തിന് വാങ്ങിയതല്ലേ, സ്വന്തം വീടല്ലേ, അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ട് നമ്പറിലേക്ക് ക്യാഷ് ഇട്ട് കൊടുക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ മാഷിന് അതൊരു സങ്കടമുണ്ട് കേട്ടോ. അങ്ങനെ മാഷ് അങ്ങ് പോയി. എന്നാൽ ഈ സമയം ചിരുവിനോട് അനുഭവം വന്നിട്ട് പറയാണ്, ഇപ്പോൾ എന്തായി, അച്ഛൻ്റെ മനസ്സിൽ ഒരു സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട്, എന്തായാലും നീ അമ്പിളി ചേച്ചിയുടെ സംസാരം കേട്ട് പൊട്ടിത്തെറിക്കുക എന്ന് ഞാൻ വിചാരിച്ച്, പക്ഷേ നീ അത് ചെയ്തില്ല, ചെയ്യുകയായിരുന്നെങ്കിൽ അച്ഛന് ഏറ്റവും കൂടുതൽ വേദനയായിരുന്നു. കാരണം മക്കൾ തമ്മിലും കൂടി അടിപിടി തുടങ്ങി, അനന്തമാഷ് വളർത്തിയ മക്കൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ടെന്ന് അച്ഛന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ആ മനുഷ്യൻ തകരുമെന്ന് പറയണം കേട്ടോ. എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഭാനുമ്മ വന്നിരിക്കലാണല്ലോ, അമ്പലത്തിൽ പോയിട്ടാണല്ലോ. അപ്പോൾ അമ്പലത്തിൽ പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്, എടി സുശീലേ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചു വരുന്നത്. അപ്പോൾ ഷാമയുടെ കുഞ്ഞുണ്ട് കയ്യിൽ. അപ്പോൾ ഉടൻ അമ്മമ്മോളുണ്ട് കേട്ടോ കയ്യിൽ. അപ്പോൾ ഉടൻ തന്നെ ഭാനുമ്മ പറയാണ്, നിൻ്റെ അമ്മമ്മ ഭയങ്കര സാധനമാണ്, നിൻ്റെ അമ്മ കുളിക്കാൻ പോയപ്പോൾ നിൻ്റെ അമ്മമ്മ അവിടെ കിടക്കുന്നത് കണ്ടിട്ട് കരയുന്നത് കണ്ടിട്ട് നിന്നെ എടുത്തില്ല, എന്നാൽ ഈ ഭാനുമ്മക്ക് കഴിയും, ഭാനുമ്മ എടുക്കും. നിൻ്റെ അമ്മയെ എങ്ങനെ സ്നേഹിച്ചതാണ്, ഒരു കാലത്ത് നിന്നെന്ന് വെച്ചാൽ നിൻ്റെ അമ്മമ്മക്ക് ജീവനായിരുന്നു. ഇപ്പോൾ നിൻ്റെ അമ്മമ്മയുടെ സ്വഭാവമൊക്കെ മാറി, ഓരോ നേരത്തും ഓരോ സ്വഭാവമാണ്. വലുതാവുമ്പോൾ നീ ഈ അമ്മമ്മയെ കണ്ട് പഠിക്കണം, മനസ്സിലാക്കി വെച്ചോളൂ, ഈ അമ്മമ്മ ആരെയും സ്നേഹിക്കില്ല, അതിൻ്റെ മനസ്സിൽ സ്നേഹമില്ല എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത്, ദേ തളെ, നിങ്ങൾ കുട്ടിയുടെ മനസ്സിൽ വിഷം കയറ്റി വെക്കണ്ട, എന്നെ എല്ലാവരും ഇപ്പോൾ വെറുത്ത് തുടങ്ങണം, ഈ വീട്ടിലെ ഓരോ വ്യക്തിയും എന്നെ വെറുത്തു, അതിനിടയ്ക്ക് നിങ്ങളും വെറുപ്പിക്കുന്ന കാര്യങ്ങൾ പറയണ്ട എന്ന് പറയണ്ടോ. ഞാൻ പറഞ്ഞതാണ് സുശീലെ തെറ്റ്, നീ കാട്ടുന്നതിൽ യാതൊരു തെറ്റുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്ത് പറയണമെന്ന് അറിയാതെ സുശീല നിൽക്കാണ്. അപ്പോഴാണ്, ദേ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, ആ സച്ചിയുടെ
മകളെയും ഭാര്യയെയും മകളെയും ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ട് അനന്തം മാഷിൻ്റെ എന്ന് പറയുമ്പോഴേക്കും അവിടെ ഇന്ദ്രനും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പറയാനുള്ള കാരണം ഇന്ദ്രനോട് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോഴാണ് വനം ഇത് എടുത്തിടുന്നത് കേട്ടോ. അപ്പോൾ ഉടനെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം അത് തന്നെ, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അമ്മ എന്ത് പറഞ്ഞാലും അർഷയുടെ അടുത്തോട്ട് ഞാൻ പോവില്ല എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഉടനെ ഭാനുമ്മ പറയാണ് അനന്തമാഷിൻ്റെ ചെറിയ മകളും ഗോകുലുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടത്തിയിട്ടുണ്ട് ഇത്രേ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ സുശീല പറയുന്നത്, ഇത് കണ്ടോ, നമ്മളോടൊരു വാക്ക് പറയുക പോലും ചെയ്തില്ല, നീ അവരുടെ മൂത്ത മരുമകനാണ്, എന്നിട്ട് വിലയും നിലയും നിനക്ക് തരുന്നുണ്ടോ? അതിനെങ്ങനെ അമ്മേ എനിക്ക് മൂത്ത മരുമകൻ എന്ന സ്ഥാനം കിട്ടുന്നത്? അവിടുത്തെ ഏത് മരുമകനായാലും എനിക്കത് കിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ അനുപമയെ വേണ്ടെന്ന് വെച്ച് ആ കുടുംബബന്ധം തന്നെ വേണ്ടെന്ന് വെച്ച് ഇരിക്കുന്നത് എന്നെ ആര് ക്ഷണിക്കാൻ എന്ന് പറഞ്ഞ ഉടനെ അതങ്ങനെ അല്ലല്ലോ, എന്നാലും നീയല്ല അവിടുത്തെ മരുമകൻ, നിന്നോട് പറയേണ്ടതല്ലേ, ഇപ്പോൾ വലിയ ബന്ധമൊക്കെ കിട്ടുമ്പോൾ മാഷിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ട് എന്ന് പറഞ്ഞ ഉടനെ എന്തായാലും ഇനി പറയുന്നെങ്കിൽ പറയട്ടെ, ഒരുപക്ഷെ വിവാഹ നിശ്ചയം പറയാൻ ഇങ്ങോട്ടേക്ക് വരുമായിരിക്കും. ഇങ്ങോട്ടേക്ക് വരട്ടെ, അവരെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ഞാൻ കണക്കിന് കൊടുക്കും. നിശ്ചയം ഉറപ്പിച്ച് ആ സമയം നമ്മളോട് പറയും പിടിക്കുകയും ചെയ്യാതെ ഇപ്പോൾ നിശ്ചയം ഉണ്ടെന്ന് പറയാൻ ഈ വീട്ടിലോട്ട് വരണോ എന്നൊക്കെ എങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഉടനെ എങ്ങനെ പറയും, ഈ വീട്ടിൽ കണ്ടാ ചൂലെടുക്കുന്ന അമ്മ, പിന്നെ ഇവിടെ വരാൻ ഇഷ്ടപ്പെടാത്ത അവർ എങ്ങനെ അമ്മയോട് വന്ന് ഇക്കാര്യങ്ങളൊക്കെ പറയും? അമ്മക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാക്കലല്ലേ പണി എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സുശീലയ്ക്ക് തൻ്റെ അടവുകളൊന്നും ഇന്ദ്രൻ്റെ അടുത്ത് പോകുന്നില്ല, തന്നോട് നല്ല എതിർത്ത് സംസാരിക്കുന്നു. അങ്ങനെ സുശീല അന്തം വിട്ട് നോക്കുമ്പോൾ ഭാനുമ്മ, മോളെ നമുക്ക് അകത്തോട്ട് പോകാൻ, ചിലവരുടെ സ്വഭാവമൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം സുശീല വേഗം അർഷയുടെ അടുത്തോട്ട് പോകണം. എന്നിട്ട് അർഷയോട് പറയണം, നീ എന്നോട് വായടക്കിയൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എൻ്റെ മകൻ്റെ അടുത്ത് ദേഷ്യപ്പെടാൻ. ഞാൻ ഇപ്പോൾ എന്തായി, എൻ്റെ മകൻ എൻ്റെ തലയിൽ കയറി നിരങ്ങിൽ തുടങ്ങി, എന്നെ യാതൊരു നിലയും വിലയില്ല, എൻ്റെ പഴയ സ്വഭാവം തന്നെ ഞാൻ എടുക്കട്ടെ, അതാ നല്ലത് എന്ന് പറഞ്ഞ ഉടനെ ഹർഷ പറയണം, ഇനി അത് എടുത്തിട്ടും കാര്യമില്ല, ഇന്ദ്രന് തൻ്റെ അമ്മയുടെ സ്വഭാവം നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു, അതുകൊണ്ട് അത് എടുക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഞാൻ എന്ത് വേണം, ആ സച്ചിയുടെ 15 ലക്ഷം രൂപ കൊടുക്കണം, അതിനു വേണ്ടി ഞാൻ നിൻ്റെ അടുത്തോട്ട് വന്നോളൂ എന്ന് അവനോട് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞ വാക്കുകൾ കേട്ട് ഞാൻ ഞെട്ടി. എന്ത് വന്നാലും നിൻ്റെ മുന്നിൽ ഇനി ഒരു മുട്ടുകുത്തലില്ല എന്ന് അവൻ എന്നോട് പറഞ്ഞു എന്ന് പറയാൻ അത് കേൾക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ്. പിന്നെ ഹർഷ ഇന്ദ്രൻ ഇത്രത്തോളം തന്നിൽ നിന്ന് അകന്നോ എന്നൊരു പേടി ഹർഷക്കുള്ളിൽ വരികയാണ്. ഇനി ഹർഷ വീണ്ടും ഇന്ദ്രനെ അടുപ്പിക്കാനുള്ള ആ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ.